വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നു. അല്പസമയം മുമ്പ് ഹൈക്കമാൻഡിൽ നിന്നും അദ്ദേഹത്തെ ഇക്കാര്യം അറിയിച്ചു. അദ്ദേഹത്തിന്റെ അനുയായികളെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ്. ഈ ആശയവിനിമയം അദ്ദേഹവുമായി ഏറ്റവും അടുത്ത കേന്ദ്രങ്ങൾ നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം കഴിഞ്ഞ 10 ദിവസം നീണ്ട പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കീർണതകളുടെ പലതരത്തിലുള്ള തർക്കങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഈ മുഖ്യമന്ത്രി പ്രഖ്യാപന അല്ലെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനവുമായി ബന്ധപ്പെട്ട പ്രോസസ്സ് ഒടുവിൽ വി.ഡി. സതീശനെ കേരളത്തിലെ UDF-ന് വോട്ട് ചെയ്ത ആളുകളുടെ പൊതുവികാരത്തെ മാനിച്ചുകൊണ്ട് ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നിർബന്ധിതമായിരിക്കുന്നു. കേരളത്തിലെ MLA-മാരിൽ 63 MLA-മാരിൽ 40-ലധികം പേർ വി.ഡി. സതീശനെ അല്ല KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോഴും പക്ഷേ വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കാനുള്ള ഒരു നില അതിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു ദേശീയ നേതൃത്വം. ഇന്നിപ്പോ ആ തീരുമാനം എടുത്തിരിക്കുന്നു. ആ തീരുമാനം വി.ഡി. സതീശനെ അറിയിച്ചിരിക്കുന്നു, രമേശ് ചെന്നിത്തലയെ അറിയിച്ചിരിക്കുന്നു. KC വേണുഗോപാലിനെ 2 മണിക്കൂർ നീണ്ട ഒരു കൂടിക്കാഴ്ചയിലൂടെയാണ് രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങൾ ബോധിപ്പിച്ചത്. അദ്ദേഹം പിൻവാങ്ങുകയാണ്. ഇനി അതിനുശേഷമുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിക്കാണണം. ഇനി ഈ പറയുന്ന ക്യാബിനറ്റ് ഫോർമേഷൻ ആൻഡ് പോർട്ട്ഫോളിയോയുടെ വിതരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേറെ തന്നെ ആയിരിക്കും. പക്ഷെ എന്തായാലും വി.ഡി. സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഒരു നേട്ടത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുകയാണ് എന്ന് പറയാം. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആക്കാടുന്ന തീരുമാനം പലതരത്തിലുള്ള ഘടകങ്ങൾ എന്താണ് ഈ തീരുമാനത്തിൽ അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ ഉയർന്നു വന്ന UDF-നെ വോട്ട് ചെയ്ത ആളുകളുടെ ഒരു പ്രതികരണവും ജനവികാരം എന്ന് പറയുന്ന സംഗതിയാണ്. ഒപ്പം തന്നെ അതിന്റെ കൂടെ ഘടകകക്ഷികളുടെ നിലപാടും അതിൽ പ്രധാനമായിട്ടുണ്ട്. പ്രൊഫസർ